ഹായ് ഹലോ വെൽക്കം. നമ്മൾ ഇന്ന് ബാക്കി കണ്ടിന്യൂ ചെയ്യുകയാണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഐസോതെർമൽ പ്രോസസ്സിൻ്റെ വർക്ക് ഡണ്ണിൻ്റെ എക്സ്പ്രഷനാണ് ചെയ്തത്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അഡിയബാറ്റിക് പ്രോസസ്സിൻ്റെ വർക്ക് ഡൺ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനാണ്. ഓക്കെ, സോ നമുക്ക് നോക്കാം എന്താണ് ഒരു adiabatic process. Adiabatic process എന്ന് പറഞ്ഞാൽ it is a thermodynamic process in which the system does not gain or lose energy. സിസ്റ്റം ഒരിക്കലും എനർജി ഗെയിൻ ചെയ്യുന്നുമില്ല, ലോസ് ചെയ്യുന്നുമില്ല. അങ്ങനെയുള്ള ഒരു തെർമോഡൈനാമിക് പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് എന്ത്? നമ്മുടെ അഡിയബാറ്റിക് പ്രോസസ്. ഓക്കെ, അപ്പോൾ 1 മാർക്കിനൊക്കെ ചോദിക്കാം, റൈറ്റ് ദ സ്റ്റേറ്റ് ഇക്വേഷൻ ഓഫ് അഡിയബാറ്റിക് പ്രോസസ്. അഡിയബാറ്റിക് പ്രോസസ്സിന് സ്റ്റേറ്റ് ഇക്വേഷൻ എന്ന് പറയുന്നത് PV raised to gamma is a constant, where P എന്ന് പറയുന്നത് പ്രഷർ, V എന്ന് പറയുന്നത് വോളിയം ആൻഡ് ഗാമ ഇസ് കോൾഡ് എസ് എ കോൺസ്റ്റന്റ്. ഗാമയുടെ ഫോർമുല എന്താ? ഗാമ ഇസ് ഈക്വൽ ടു CP ഡിവൈഡഡ് ബൈ CV. CP ഡിവൈഡഡ് ബൈ CVനെ വിളിക്കുന്ന പേരാണ് എന്ത്? ഗാമ. വേർ CP എന്ന് പറഞ്ഞാൽ എന്താ? സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി അറ്റ് കോൺസ്റ്റന്റ് പ്രഷർ ആൻഡ് CV ഇസ് എ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി അറ്റ് കോൺസ്റ്റന്റ് വോളിയം. CP ഡിവൈഡഡ് ബൈ CV എന്ന് പറയുന്നതാണ് എന്ത്? ഗാമ എന്ന് പറയുന്നത്. ഓക്കെ, സോ ലെറ്റ്സ് കൺസിഡർ. അപ്പോൾ നമുക്കൊരു ഐഡിയൽ ഗ്യാസിനെ കൺസിഡർ ചെയ്യാം വിച്ച് അണ്ടർഗോസ് ആൻ അഡിയബാറ്റിക് എക്സ്പാൻഷൻ ഓർ ചേഞ്ച് ഇൻ സ്റ്റേറ്റ് അഡിയബാറ്റിക്കലി എക്സ്പാൻഡ് ചെയ്യുകയാണ്, അല്ലെങ്കിൽ അഡിയബാറ്റിക് പ്രോസസ്സ് നടക്കുന്ന ഒരു ഐഡിയൽ ഗ്യാസിനെ നമുക്ക് കൺസിഡർ ചെയ്യാം. അഡിയബാറ്റിക് പ്രോസസ്സ് ആകുമ്പോൾ നിങ്ങൾ മനസ്സിൽ വെക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അവിടുത്തെ ചേഞ്ച് ഡെൽറ്റ ക്യൂ എന്ന് പറയുന്നത് എന്തായിരിക്കും? 0 ആയിരിക്കും. അതായത് സിസ്റ്റം എനർജി അബ്സോർബ് ചെയ്യുന്നുമില്ല, ഒരിക്കലും എനർജി ലിബറേറ്റ് ചെയ്യുന്നുമില്ല. ഓക്കെ, ദാറ്റ് ഇസ് ഡെൽറ്റ ക്യൂ വിൽ ബി 0 ഫോർ ആൻ അഡിയബാറ്റിക് പ്രോസസ്. അഡിയബാറ്റിക് പ്രോസസ് ആണെങ്കിൽ എനർജി അബ്സോർബ് ചെയ്യുന്നുമില്ല, എനർജി ലിബറേറ്റ് ചെയ്യുന്നതുമില്ല. സോ ദാറ്റ് ദ ഡെൽറ്റ ക്യൂ വിൽ ബി ഈക്വൽ ടു 0. നമ്മൾ യൂഷ്വലി ചെയ്യുന്ന കണക്ക് തന്നെയാണ്. ലെറ്റ് us say that the pressure, ഇനീഷ്യൽ പ്രഷർ എന്ന് പറയുന്നത് P1 V1 ആണ്, ആൻഡ് ദ ഫൈനൽ പ്രഷർ എന്ന് പറഞ്ഞാൽ P2 V2 ആണെന്ന് വെച്ചോ. സോ നമ്മൾ എന്താ ചെയ്യുന്നത്? കുഞ്ഞു വർക്ക് കണ്ടുപിടിക്കും, എന്നിട്ട് ടോട്ടൽ വർക്ക് കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ അതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യും. സോ ലെറ്റ്സ് സേ ദാറ്റ് ദ ക്യാപിറ്റൽ വർക്ക് W is equal to integral V1 to V2 PdV. ഓക്കെ, സോ ദ വർക്ക് ഡൺ W is given by integral V1 to V2 PdV. നമുക്കറിയാം അഡിയബാറ്റിക് ഇക്വേഷൻ്റെ അഡിയബാറ്റിക് പ്രോസസ്സിൻ്റെ സ്റ്റേറ്റ് ഇക്വേഷൻ നമ്മൾ എഴുതി വെച്ചിട്ടുണ്ട്. PV raised to gamma is equal to a constant ആണല്ലോ. അവിടെ നമുക്ക് പ്രഷർ എങ്ങനെ എഴുതാം? പ്രഷർ is equal to K divided by V raised to gamma എന്ന് നമുക്ക് കൊടുക്കാം. ഓക്കെ, അപ്പോൾ എന്താ നമ്മുടെ ഇക്വേഷൻ? വർക്ക് ഡൺ is equal to integral V1 to V2 K divided by V raised to gamma into dV. ഓക്കെ, K എന്ന് പറയുന്ന കോൺസ്റ്റന്റ് ആണ്. സോ നമുക്ക് അതിൻ്റെ ഇൻ്റഗ്രേഷനെ വെളിയിൽ കൊണ്ടുപോയാൽ K വെളിയിൽ വരും. സോ ദ ഇക്വേഷൻ വിൽ ബി K ഇൻറ്റു ഇൻ്റഗ്രൽ V1 to V2. താഴെ ഡിനോമിനേറ്ററിലെ V raised to gamma മണ്ടയിൽ വരുമ്പോൾ എന്താവും? V raised to minus gamma dV എന്നാവും. ഓക്കെ, ഇതും സ്റ്റാൻഡേർഡ് ഇൻ്റഗ്രേഷൻ ആണ്. ഇൻ്റഗ്രൽ x raised to n dx എന്ന് പറഞ്ഞാൽ പവർ ഒന്ന് കൂട്ടുക. ഓക്കെ, x raised to n+1 ഡിവൈഡഡ് ബൈ n+1. ഓക്കെ, ഇതാണ് സ്റ്റാൻഡേർഡ് ഇൻ്റഗ്രൽ. അതായത് പവറിൻ്റെ കൂടെ ഒന്ന് കൂട്ടുക, ആ കിട്ടിയത് വെച്ച് തന്നെ നമ്മൾ എന്ത് ചെയ്യണം? ഡിവൈഡും ചെയ്യണം. അപ്പോൾ ഇവിടെ എന്ത് വരും? ഇപ്പം നമ്മൾ എഴുതി വെച്ചത് K ഇൻറ്റു ഇൻ്റഗ്രൽ V1 to V2 V raised to minus gamma dV എന്നാണ് നമ്മൾ എഴുതി വെച്ചേക്കുന്നത്. സോ അതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എന്താവും എന്നറിയോ? K ഇൻറ്റു അതിൻ്റെ കൂടെ പവർ ഒന്ന് കൂട്ടിയാൽ എന്ത് വരും? പവർ കൂട്ടിയാൽ V raised to minus gamma plus 1 divided by minus gamma plus 1 to the limit V1 to V2 എന്ന് വരും. ഓക്കെ, അതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടുന്നത് ദാറ്റ് ഇസ് work done is equal to K into V raised to minus gamma plus 1 divided by gamma plus 1 from the limit V1 to V2. അങ്ങനെയാണ് നമുക്ക് വരുന്നത്. ഓക്കെ, സോ നമുക്ക് ബാലൻസ് നോക്കാം. അപ്പോൾ എന്താ? നമ്മൾ അതിന് ലിമിറ്റ് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി. ഓക്കെ, ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ ഇതിനെ ഈ മൈനസ് ഗാമ പ്ലസ് 1 തിരിച്ച് ബ്രാക്കറ്റിൻ്റെ വെളിയിൽ പോയി മൈനസ് ഗാമ പ്ലസ് 1 എനിക്ക് റിവേഴ്സ് ചെയ്ത് 1 മൈനസ് ഗാമ എന്ന് എഴുതാമല്ലോ. ഓക്കെ, സോ K ഡിവൈഡഡ് ബൈ 1 മൈനസ് ഗാമ. ആദ്യമേ അപ്പർ ലിമിറ്റ് കൊടുക്കുക. അപ്പർ ലിമിറ്റ് കൊടുക്കുമ്പോൾ വിയുടെ പ്ലേസിൽ എന്ത് കൊടുക്കുക? V2 കൊടുക്കുക മൈനസ് അടുത്ത ലോവർ ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ വിയുടെ പ്ലേസ് എന്ത് കൊടുക്കുക? V1 എന്ന് കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഇക്വേഷൻ എന്തായി? K ഡിവൈഡഡ് ബൈ 1 മൈനസ് ഗാമ V2 റേസ് ടു മൈനസ് ഗാമ പ്ലസ് 1 മൈനസ് V1 റേസ് ടു മൈനസ് ഗാമ പ്ലസ് 1 എന്നായി. ഓക്കെ, അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ K നമുക്ക് എന്ത് ചെയ്യാം? അകത്തേക്ക് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ എന്ത് വരും? വർക്ക് ഇസ് ഈക്വൽ ടു
1 divided by 1 minus gamma into k ഓരോ ടേമിലേക്ക് മൾട്ടിപ്ലൈ ചെയ്ത k into v2 raised to minus gamma plus 1 minus k into v1 raised to minus gamma plus 1. നമുക്കറിയാം pv raised to gamma is equal to k. k എന്ന് പറയുന്ന ഒരു കോൺസ്റ്റന്റ് ആണ് അല്ലേ? അപ്പോൾ എനിക്ക് k നെ അടുത്ത സ്റ്റെപ്പിൽ എങ്ങനെ എഴുതാം? ഇവിടുത്തെ k നെ ഞാൻ എന്ത് ചെയ്തു? k നെ നമുക്കറിയാം k എന്ന് പറഞ്ഞാൽ ആരാ? pv raised to gamma അല്ലേ? അപ്പോൾ ഇവിടുത്തെ k നെ ഞാൻ എന്ത് ചെയ്തു? ഇവിടുത്തെ k നെ ഞാൻ p2 into v2 raised to gamma എന്നും ഇവിടുത്തെ ഞാൻ എന്ത് ചെയ്തു? p1 into v1 raised to gamma എന്ന് എഴുതി. ഓക്കെ, അങ്ങനെ എഴുതുമ്പോൾ എന്താ സംഭവിക്കുക? ഇവിടുത്തെ ഗാമയും ഇവിടുത്തെ മൈനസ് ഗാമയും ക്യാൻസൽ ആവും, ഇവിടുത്തെ ഗാമയും ഇവിടുത്തെ മൈനസ് ഗാമയും ക്യാൻസൽ ആവും. അപ്പം ഇനി നമുക്ക് ബാക്കി എന്താ ഉള്ളത്? w is equal to 1 divided by 1 minus gamma into അകത്ത് പിന്നെ എന്തേ ഉള്ളൂ? p2 v2 മൈനസ് p1 v1 അല്ലേ? ഇങ്ങനെയാണ് നമുക്ക് അകത്ത് പിന്നെ ഉള്ളത്. നമുക്കറിയാം നമ്മൾ എടുത്തേക്കുന്ന എന്ത് ഗ്യാസ് ആണ്? ഐഡിയൽ ഗ്യാസ് അല്ലേ? അപ്പോൾ ഐഡിയൽ ഗ്യാസ് ഒബേജൻ ഇക്വേഷൻ നമുക്കറിയാം. എന്താണ് ഐഡിയൽ ഗ്യാസ് ഒബേജൻ ഇക്വേഷൻ? pv is equal to mu RT. അപ്പോൾ p2 v2നെ നമുക്ക് എങ്ങനെ എഴുതാം? mu RT2 എഴുതാമല്ലോ. p1 v1നെ നമുക്ക് എങ്ങനെ എഴുതാം? p1 v1 എങ്ങനെ എഴുതാം? mu RT1. അപ്പോൾ ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമ്മുടെ വർക്കിന്റെ ഇക്വേഷൻ എന്താവും? വർക്ക് ഡൺ ഇസ് ഈക്വൽ ടു 1 divided by 1 minus gamma into mu RT2 minus mu RT1 അല്ലേ? ഇവിടെ രണ്ടിടത്തുനിന്ന് mu r ഇങ്ങ് പുറത്തെടുത്താൽ എന്ത് വരും? mu r പുറത്തെടുത്താൽ എന്ത് സംഭവിക്കും? നമുക്ക് ആ mu r നെ കോമൺ ആയിട്ട് പുറത്തെടുക്കാം. therefore work done is equal to mu r into 1 minus gamma into T2 minus T1. ഓക്കെ, അപ്പോൾ നമുക്ക് എപ്പോഴും T1 will be greater than T2. ഓക്കെ, മോസ്റ്റ് പ്രോബബ്ലി അങ്ങനെ തന്നെ ആയിരിക്കും. അപ്പം നമുക്ക് അതിന് വേണ്ടിയിട്ട് ഇവിടെ ഒരു നെഗറ്റീവ് ആൻസർ കിട്ടുന്നില്ലേ? അപ്പോൾ അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഇവിടുന്ന് ന്യൂമറേറ്ററിൽ നിന്ന് ഒരു മൈനസ് പുറത്തെടുക്കാം. ന്യൂമറേറ്ററിൽ നിന്ന് ഒരു മൈനസ് പുറത്തെടുക്കുമ്പോൾ ഇത് തിരിയും. T2 മൈനസ് T1 എന്ന് പറയുന്നത് എന്താവും? T1 മൈനസ് T2 ആവും. അതാണ്ട് ആ മൈനസ് ആണ് ഇവിടെ കൊടുത്തേക്കുന്നത്. ഈ മൈനസിനെ നേരെ നമ്മൾ കൊണ്ട് എവിടെ കൊടുക്കും? ഡിനോമിനേറ്ററിനകത്ത് അപ്ലൈ ചെയ്യും. അപ്പോൾ 1 മൈനസ് ഗാമ എന്നുള്ളത് എന്ത് ചെയ്യും? റിവേഴ്സ് ആയിട്ട് ഗാമ മൈനസ് 1 എന്നാവും. സോ വർക്കിന്റെ ഇക്വേഷൻ നമുക്ക് എങ്ങനെ എഴുതാം? w is equal to mu r divided by gamma minus 1 into T1 minus T2. ഇതാണ് വർക്ക് ഡൺ ഡ്യൂറിങ് ആൻ അഡിയബാറ്റിക് പ്രോസസ്. വർക്ക് ഡൺ ഡ്യൂറിങ് ആൻ അഡിയബാറ്റിക് പ്രോസസ്സിന്റെ ഇക്വേഷൻ ഇതാണ്. w is equal to mu r divided by gamma minus 1 into T1 minus T2. I hope this is clear. Thank you.